പക്ഷെ ഇതുപോലൊരു എണ്ണം കെട്ട പട്ടിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനുഷ്യനങ്ങ് കടിച്ച് കീറുമല്ലേ. ഇതിനൊക്കെ ഞാൻ എങ്ങനെ പിടിക്കണം എന്റെ ദൈവമേ. ഹലോ ഹലോ, വാറുണ്ണിയല്ലേ? ആ വാറുണ്ണിയാ, ഞാൻ പഞ്ചായത്ത് മെമ്പറാണേ. എന്താ വിളിച്ചത്? നമ്മുടെ പഞ്ചായത്തിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു 75 പട്ടിയെ പിടിച്ചില്ലായിരുന്നോ? അതിന്റെ ഒരു 50,000 രൂപ റെഡി ആയിട്ടുണ്ട്. വല്ല പാരിതോഷികോ അവാർഡോ ആയിരിക്കും. അപ്പൊ ഞാൻ എവിടെയാ വരേണ്ടത്? കോടതി വന്നാ മതി. കോടതിയിലോ? അതിന് ഞാൻ പഞ്ചായത്തിലെ പട്ടിയല്ലേ പിടിച്ചത്, പിന്നെ എന്തിനാ ഞാൻ കോടതിയില് വരുന്നത്? പിടിച്ച 75 പട്ടിയിൽ 2 എണ്ണം പോലീസ് ഒട്ടിയായിരുന്നു. അതെന്നെ വിടുക്ക്. അവര് വാറുണ്ണി എവിടെ ചോദിച്ചാ ഞാൻ എന്തോന്ന് പറയും? വാറുണ്ണി ചത്തുന്നങ്ങ് പറഞ്ഞേക്ക്. പാവപ്പെട്ടവൻ മൊട്ടയടിച്ച അന്ന് കല്ല് മഴ. ഹായ് ഹായ് ഹായ്. ഹലോ. ഷിപ്പേഡ് 2 ഉണ്ട് എനിക്ക്. അയ്യോ, ഷിപ്പ്യാർഡല്ല, ഷിപ്പേഡ്, ജർമ്മൻ ഷിപ്പേഡ്. തൽക്കാലം ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്കൊരു പഗ്ഗുണ്ട്, മുഖവും മൂലം ഒരുപോലെ ഇരിക്കുന്ന പട്ടി. അത് തന്നെ കണ്ടാൽ മനസ്സിലാവത്തില്ലെന്നേ. പിന്നെ എനിക്കൊരു പിഗ്ബിളുണ്ട്. അവൻ ഞങ്ങൾ അടുപ്പിക്കാറേ ഇല്ല. അവൻ അടുപ്പിക്കാനായിട്ട് ഞാനൊരാളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാ ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ വിളിക്കാട്ടോ. ബൈ. താനെന്താ ഇവിടെ ചെയ്യുന്നേ? നഖം പെട്ടുന്നേ? അല്ല, എന്തിനാ താനിവിടെ വന്നേ? ചിട്ടി പിടിക്കാൻ. ചിട്ടി പിടിക്കാനോ? പട്ടി പിടിക്കാൻ. എന്നിട്ട് പട്ടിയെ പിടിച്ചോ? അത് അയ്യോ അയ്യോ, എന്താ? കൈ കുരുങ്ങി പോയെന്ന് സഹായിക്ക്. ഇതെന്താണോ, കണ്ടൽക്കാടിന്റെ ഉള്ളിലാണോ താൻ കയറി കൈയിട്ടത്? മാഡത്തിനോട് എനിക്കൊരു കാര്യം ചെയ്യിക്കാനുണ്ട്. മാഡത്തിന് ഈ പാളയംകോടൻ പട്ടിയെ വാങ്ങി വളർത്തിക്കൂടായിരുന്നോ? പാളയംകോടൻ പട്ടിയോ? അതേത് പട്ടി? അല്ല, ഈ ശരീരമൊക്കെ ഇങ്ങനെ ഒട്ടി വലിയ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പട്ടിയില്ലേ? എടോ, അത് പാളയംകോടൻ പട്ടിയല്ല, രാജപാളയം പട്ടി. തനിക്കൊരു റോഡ് വീലർ കിട്ടിയാ താൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. അതെന്താ? 2 വീലർ പോലെ ഓടിക്കാൻ അറിയാത്ത എനിക്ക് എന്തിനാ റോഡ് വീലർ? തനിക്കറിയോ, ഞാനേ കഴിഞ്ഞ മാസം 40,000 രൂപ കൊടുത്തൊരു പട്ടിയെ ചികിത്സിച്ച്. പക്ഷേ ആ പട്ടി ചത്തുപോയി. ലാഭമായിരുന്നു. അത് കൊള്ളാം. 40,000 രൂപ കയ്യിൽ നിന്ന് പോയാൽ ലാഭം എങ്ങനെയാവുക? നഷ്ടമല്ലേ? അയ്യോ, ലാഭമായിരുന്നു എന്നല്ല, ആ പട്ടിയുടെ പേരാ ലാബ്. പിന്നെ താൻ ഇനി ഒന്നും ചെയ്യണ്ട. ഞാനേ വേറൊരാളെ വിളിച്ചിട്ടുണ്ട് ഈ പട്ടിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. ഏതൊരു പട്ടിയെയും തന്റെ വരുതിയിലാക്കുന്ന അൾട്ടിമേറ്റ് ഹീറോ, പട്ടികളുടെ പേടി സ്വപ്നം, ലേശം ടോക്ക്. ലേശം ടോക്കോ? അതെ, ലേശം ടോക്കും കൂടുതൽ വർക്കും. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈക്കം എന്നൊരു സ്ഥലത്താണ് ഗൈസ്. ഒരു പിഗ് ബുള്ളിനെ അയച്ചടക്കാനാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ആ ചലഞ്ച്, 10,000 രൂപയുടെ ചലഞ്ചാണ്. നമുക്കൊരു മാഡമാണ് ഗൈസ് ഈ ചലഞ്ച് തന്നിരിക്കുന്നത്. നമ്മൾ എന്തായാലും അതിനെ അയച്ചിറക്കിയിട്ടേ പോകത്തുള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം. ഹലോ മാഡം, ഞാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഞാൻ നിങ്ങളെ ബിഗ് ഫാനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ മീശയാണ് ഇഷ്ടം. എങ്ങനെയാ വന്നത്? ഞാൻ ഒരു ഓട്ടോ പിടിച്ച് എന്റെ മൂക്കിന്റെ താഴെ വന്നങ്ങ് നിന്ന്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. എന്റെ പൊന്ന് പെണ്ണുള്ള മീശ എങ്ങനെയാ വരുന്നത് ഇതിനറിയത്തില്ലേ? എനിക്ക് എങ്ങനെയാ ധൈര്യം കിട്ടുന്നേ? എന്തിനാ കൗണ്ടർ അടിക്കാനാ? കൗണ്ടർ അടിക്കാനല്ല, ഈ പട്ടിയെ പിടിക്കാൻ. മീനാക്ഷി ചേച്ചിയാണ് എന്റെ ഹീറോയിൻ. ഏത് മീനാക്ഷി? നമ്മളായിട്ടും വേറെ ആങ്കർ. ഓ, പുള്ളിക്കാരി പട്ടിയെ പിടിക്കുവോ? പുള്ളിക്കാരി പട്ടിയെ പിടിക്കത്തില്ല. പുള്ളിക്കാരി ഒരു 10 റീൽസ് വീഡിയോ കണ്ടാ മതി. അതെങ്ങനെയാ ധൈര്യം കിട്ടുക? പുള്ളിക്കാരിയുടെ 10 റീൽസ് വീഡിയോ കാണുന്ന ധൈര്യം വേണ്ട ഒരു പട്ടിയെ പിടിക്കാൻ, അറിയാവോ? പിന്നല്ലേ. തനിക്കിതിനു മുമ്പ് മുൻ പരിചയമുണ്ട് ഈ പട്ടി പിടിക്കുന്നതില്? പരിചയം ഉണ്ടോന്നോ? ഞാൻ പട്ടി പിടുത്തക്കാരനാണെങ്കിലേ എന്റെ അച്ഛൻ അതുക്കും മേലെയാ പുലി പിടുത്തക്കാരനാ. ഗുജറാത്തിലെ ഗീർവാനം അറിയാമോ? ഗുജറാത്തിലെ കേട്ടിട്ടില്ല, ഇപ്പൊ കേരളത്തില് ഞാൻ കേട്ടോണ്ടിരിക്കുവാ. എന്തോന്ന്? എന്റെ ഗീർവാണം. ഗീർവാണത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഗുജറാത്തിലെ ഗീർവനം അറിയാവോ? അതൊരു വലിയ കാടാണ്. ആയിരക്കണക്കിന് പുലികളുണ്ട്. ഒരു ദിവസം എന്റെ അച്ഛൻ ആ കാട്ടിൽ പുലി പിടിക്കാൻ പോയി. ഉച്ചയൊക്കെ ആയപ്പോ അച്ഛന് വിശന്ന്. അച്ഛൻ കുറെ കാട്ടുകിഴങ്ങെടുത്ത് അവിച്ചങ്ങ് കടിച്ച്, എന്നിട്ടൊരു വലിയ മരത്തിന്റെ ചോട്ടില് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്ന്. പുറകീന്ന് കിറന്നൊരു ശബ്ദം. കാട്ടുകിഴങ്ങിന്റെ ഒരു പവറേ. അതിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? ഒരു പുലി വന്ന് നിൽക്കുന്നു. രാവണ പ്രഭുവിലെ അച്ഛൻ മോഹൻലാല് നിൽക്കുന്ന പോലൊരു പുലി. എന്റെ അച്ഛൻ വിടുവോ? എന്റെ അച്ഛൻ പട്ടിയുടെ മുന്നിൽ ചെന്ന് അങ്ങ് നിന്ന്. പട്ടി ഇങ്ങനെ വാ തുറന്ന് അച്ഛനടുത്ത് വന്നു. അച്ഛൻ വിടുവോ? അച്ഛൻ പട്ടിയുടെ വായിക്കകത്ത് കൈയിട്ട് 2 കറക്ക് കറക്കി. ഈ പട്ടിയുടെ വാലി പിടിച്ച ഒരൊറ്റ വലി. പട്ടിയാകം പുറം തിരിഞ്ഞുപോയി. എന്നിട്ട് അച്ഛൻ
2 റൗണ്ട് വെടി മുകളിലോട്ട് വെച്ച്. ഇല്ല 3 റൗണ്ട്. 2 റൗണ്ട്. 3 റൗണ്ട്. 2 റൗണ്ടെന്ന്. 3 റൗണ്ടെന്നേ. 2 റൗണ്ട് എന്റെ അച്ഛൻ വെച്ച വെടി ഞാൻ തനിക്ക് അങ്ങനെ അറിയാം. നീയും നിന്റെ അച്ഛനും കൂടി ഇപ്പൊ പറഞ്ഞതെല്ലാം ചേർത്ത് 3 റൗണ്ട് വെടി. മിണ്ടാതിരുന്നോളാം. കൈസർ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ നിന്നെ എപ്പോഴേ ഓടിച്ചു വിട്ടേനെ. മാഡത്തിന് വേറെയും പട്ടി ഉണ്ടല്ലേ? അയ്യോ അത് പട്ടിയല്ല, എന്റെ ഹസ്ബൻഡിന്റെ പേരാ കൈസർ. അല്ല നിങ്ങളിപ്പോ ഇത്രയും നേരം ഇവിടെ നിന്നില്ലേ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി, രാവിലെ വല്ലതും കഴിച്ചായിരുന്നു? എവിടെന്ന് തോക്കിൽ ഉണ്ടെങ്കിൽ ഞാനത് പെറുക്കിയെങ്കിലും തിന്നേനെ. പൊന്നുണ്ടാതി എനിക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? പൊറാട്ടയും ബീഫും ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമാന്ന് തോന്നുന്നു. തനിക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാ. എന്നാ അകത്തോട്ടിരിക്കാം. പൊറാട്ടയും ബീഫും കഴിക്കുന്നതിന്റെ ദൂഷ്യവശങ്ങളുടെ ഒരു പ്രോഗ്രാം ഇപ്പൊ TV നടക്കുന്നുണ്ടേ. ഞാനതൊന്ന് പോയി കണ്ടുവരാം. നിങ്ങളും കൂടെ കൂട്, നമുക്ക് ഒരുമിച്ച് കാണാം. ഇല്ല ഞാൻ വരുന്നില്ല, മാഡം ഒറ്റയ്ക്ക് പോയാൽ. എന്നാ ഞാൻ പോയി കണ്ടുവരാം. എച്ചി തള്ള തന്നെ കേട്ടോ, എച്ചി തള്ള. ഒറ്റത്തീറ്റാന്ന് തോന്നുന്നു, കൂട്ടത്തിൽ കൂടത്തില്ല ഇവര്. പട്ടിയുടെ അടുത്തോട്ട് പോട്ടു. അല്ല ചങ്ങായി, നിങ്ങളോട് ഞാൻ പറയുന്നേ, നിങ്ങൾ ആടെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളാ പട്ടിനെ തൊടറ്, പിടിക്കറ്, മിണ്ടറേ. ഓ എടോ താൻ ഇതെന്തൊരു നെഗറ്റീവ് ആണോ? എടോ തനിക്കറിയാവോ ഇതെന്റെ കാലവാ. ഞാനാ ഇപ്പൊ ട്രെൻഡ്. യൂട്യൂബില്, ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില് എല്ലായിടത്തും എന്റെ വീഡിയോ വൈറലാണോ. എടോ തന്നെ കാട്ട് ഒരുപാട് ഓണവേ കൂടുതൽ ഉള്ളിട്ടുള്ളതാ ഞാൻ. അതിനെക്കാറ്റ് ഓണം ഞാൻ ഉണ്ടിട്ടുണ്ട്. അതെങ്ങനാടാ? ഓരോ ഓണത്തിനും ഞാൻ കേറി ഇറങ്ങി തിന്നുമായിരുന്നു. തനിക്കറിയാവോ? അതില്ല. ഈ പാട് കണ്ടാക്കാൻ ഇതെന്തുവാന്നറിയാമോ? എന്റെ അമ്മ എന്നെ ശർക്കര വരട്ടിക്ക് എറിഞ്ഞിട്ടതാ. ഇപ്പൊ ഒരാള് ചായയും കൊണ്ട് വരേണ്ട സമയമല്ലേ? എന്തായാലും നമുക്ക് പട്ടിയെ പിടിക്കാം. മാഡം ഞാൻ പട്ടിയെ പിടിക്കാൻ പോവാണ് കേട്ടോ. അതായത് വെച്ചോ, നമുക്ക് പട്ടിയുടെ ഒരു വീഡിയോ എടുത്തരണം. ഞാൻ പട്ടിയെ പിടിക്കുന്ന ചങ്ങായി ഞാൻ നിങ്ങളോട് പറയുന്നതേ, നിങ്ങളാ പട്ടിനെ പിടിക്കറ്, തൊടറ്, അടുത്ത് പോറ്, മിണ്ടറേ. മാണ്ടാത്ത പണിക്ക് നിങ്ങൾ നിക്കണ്ടേ. മിണ്ടായിരിക്കണോ? താൻ ബാറുണ്ണിയല്ല, നെഗുണ്ണിയാ നെഗുണ്ണി. ലോക നെഗറ്റീവ്. പട്ടിയെ കടിക്കല്ലേ പട്ടി. പട്ടി എല്ലാവരും പറയുമല്ലോടാ നിന്റെ പാൽ എപ്പോഴും വളർന്നിരിക്കത്തുള്ളൂന്ന്. അല്ലല്ലോ. അയ്യോ എന്നെ പട്ടി കടിച്ചേ. അയ്യോ ഈ പട്ടി എന്നെ കടിച്ചേ. ഈ പട്ടിയുടെ ഒരു കാര്യം, എന്റെ പൊന്നു പട്ടി ഇനി ഒന്നാണ്. കണ്ടാ പട്ടി ഇണങ്ങിയത്? കണ്ടാ മാഡം? ആണ്ടേ പട്ടി എന്റെ അടുത്ത് ഇണങ്ങിയേക്കണത് കണ്ടാ? ചെറിയൊരു കടി കിട്ടി, അത് കുഴപ്പമില്ല. എന്തായാലും ഇവനെ നമുക്ക് നമ്മളെ കൂട്ടിനകത്തോട്ട് കയറ്റാം. അപ്പൊ ഗൈസ് നമ്മുടെ ചലഞ്ച് കഴിഞ്ഞു ഗൈസ്. നമ്മളെ ചെറുതായിട്ട് പട്ടി ഒന്ന് കടിച്ചിട്ടുണ്ട് ഗൈസ്, അത് കുഴപ്പമില്ല. പട്ടി എന്തായാലും ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്. മാഡം പിന്നെ നമ്മുടെ ചലഞ്ചിന്റെ പൈസ ഗൂഗിൾ പേ ഉണ്ടോ? അയ്യോ എനിക്ക് ഗൂഗിൾ പേ ഇല്ല കേട്ടോ. ഗൂഗിൾ പേ ഇല്ല? ഇല്ല എനിക്ക് പേ ഇല്ല. ആ പട്ടിക്ക് വരെ വേണ്ട, എന്നിട്ട് തനിക്ക് പേ ഇല്ലേ? ആ പട്ടിക്ക് വേണ്ട, എന്നിട്ട് തനിക്ക് ഗൂഗിൾ പേ ഇല്ലേന്ന്. പട്ടിക്ക് പേയോ? എടോ തനിക്ക് പറഞ്ഞോടായിരുന്നോടോ ആ പട്ടിക്ക് പേ ഉണ്ടെന്ന്? താൻ മനുഷ്യൻ പറ്റുള്ളവനാണോ? എടോ തന്നോട് ഞാൻ പറഞ്ഞല്ലേ ചങ്ങായി, നിങ്ങൾ ആ പട്ടീന്റെ അടുക്ക പോവറ്, മിണ്ടറ്, തൊടറിന്ന്. അന്നേരം നിങ്ങളെന്ന് പറഞ്ഞ നെഗുണ്ണി. എന്റെ ദൈവമേ, ഇനിയിപ്പൊ ഞാൻ ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരുമല്ല. എന്തോന്നായാലും എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ വേനലവധി കാലമാണ്. പേ ഒക്കെ ഒരുപാട് പട്ടികൾക്കുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു വരുവാണ്. അപ്പോൾ ഒറ്റപ്പെട്ട വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കാതിരിക്കുക. ഇപ്പം എന്തായാലും ഞാൻ ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരും കേട്ടോ. അല്ല തനിക്ക് ഈ ചലഞ്ചിന്റെ പൈസ ഉണ്ടേ? അത് നിങ്ങൾ ജില്ലാ ആശുപത്രി കൊണ്ടുവന്ന് തന്നാൽ മതി, അവിടെ ഞാൻ ഉണ്ടാകും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.